ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് 3 അടുപ്പുകളും ബിസിയാണ്, ഞങ്ങളെല്ലാവരും ബിസിയാണ്. ഇന്നലെ തന്നെ അരി ഇട്ട് തിളപ്പിച്ച് നമ്മുടെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചൂറ്റാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്ന വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ജീരകവെള്ളമാണ് കേട്ടോ കൂടുതലും കൊണ്ടുപോകാറ്. പിന്നെ മക്കൾക്കുള്ള 2 ഗ്ലാസ് ചായ നമ്മൾ തിളപ്പിച്ച് പൊടി കുറച്ചിട്ട് മാറ്റി വെച്ചു. ബൂസ്റ്റൊക്കെ തീർന്നു. അതുകൊണ്ട് തൽക്കാലം അല്പം കാപ്പിപ്പൊടി മാത്രം ഇട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് നമ്മൾ അവർക്കുള്ള ചായ റെഡിയാക്കി. പിന്നെ നമുക്ക് ചായപ്പൊടിയാണ് കേട്ടോ, എനിക്ക് ചേട്ടായിക്കും ചായപ്പൊടിയാണ്. അപ്പോൾ ചായപ്പൊടി ഇച്ചിരി കടുപ്പതിലിടും. മക്കൾക്ക് അത്രയും കടുപ്പം വേണ്ടല്ലോ എന്ന് ഓർത്ത് അവർക്ക് സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉണക്കമീൻ ഞാൻ ഉപ്പിലിട്ടിട്ട് നന്നായിട്ട് കഴുകി, ഉപ്പിലല്ലോ, ഉപ്പ് പോകാൻ വെള്ളത്തിലിട്ടിട്ട് വെട്ടി അല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം വറക്കാൻ വെച്ചു. അത് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു, അതിലേക്ക് അല്പം പാല് ചേർത്തു, ഇച്ചിരി പഞ്ചസാര ഇട്ടു, അല്പം ഉപ്പിട്ടു, നന്നായിട്ട് ഇളക്കി അതിലേക്ക് ബ്രെഡ് മുക്കി പൊരിച്ചെടുത്തു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്രയേ ഉള്ളൂ. ബാക്കി ആ ബ്രേക്ക്ഫാസ്റ്റ് പോരാത്തവർക്ക് ചോറുണ്ട. പിന്നെ കറിയും വളരെ സിമ്പിളാണ്. ഇന്നലെ മോരുകറി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കിഴങ്ങ് 2 എടുത്ത് പെട്ടെന്നൊന്ന് മെഴുക്ക് പുരട്ടിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ഉണക്കമീൻ വറുത്തതും മോര് കാച്ചിയതും, പിന്നെന്താ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ, ഈന്തപ്പഴവും നാരങ്ങയും കൂടെയുള്ള അച്ചാറിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു, ഒരു മീൽ പ്രെപ്പിൻ്റെ വീഡിയോയിൽ. അതിരിപ്പുണ്ട്. അത് തീരാറായി, ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തേനുള്ള ലഞ്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 പേർക്കും പാക്ക് ചെയ്യണം. 4 പേർക്കൊന്ന് ചോറ് കൊണ്ടുപോകേണ്ട ദിവസമാണ്. അതിനിടയ്ക്ക് കുഞ്ഞു മോള് പല്ല് തേച്ച് വന്നു. അമ്മൂസിനെ പല്ല് തേപ്പിക്കുന്നത് അച്ചാച്ചൻ്റെ ഡ്യൂട്ടിയാണ്. അച്ചാച്ച പല്ല് തേപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ എടുത്തു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികൾ നടത്താനായിട്ട്. അപ്പോഴേക്കും ഞാൻ ബ്രെഡും മുക്കി പൊരിച്ച് റെഡിയാക്കി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പൊതി കെട്ടി 4 പേർക്ക് ഈ ചോറും പൊതി കെട്ടിലാണ് കേട്ടോ എനിക്ക് ഏറ്റവും സമയം എടുക്കുന്ന പണി. കുറേ സമയം എടുക്കും അത് ചെയ്യാനായിട്ട്. ഓരോരുത്തർക്ക് മോൾക്കൊക്കെ കറിയൊക്കെ ചിലപ്പോൾ സെപ്പറേറ്റ് ആക്കേണ്ടി വരും. അന്നേരം അത് പൊതി കെട്ടിയെടുക്കാൻ ഇത്തിരി സമയം കൂടുതലെടുക്കും. ഈ ഒരു പണിക്കാണ്. പാചകം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം എടുക്കും എനിക്കിതൊന്ന് പാക്ക് ചെയ്ത് ഓരോ ബാഗുകളിലേക്ക് വെക്കാനായിട്ട്. ബാഗിലേക്ക് വെക്കുന്ന ഡ്യൂട്ടി നച്ചാച്ച ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം പാക്കപ്പായിട്ട് ഇറങ്ങുകയാണ്. 8:30 ആകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ വണ്ടി വരും. 8:30 മുന്നേ നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരണം. ചേട്ടായി വേറെ റൂട്ടിലേക്ക്, അടിമാലി റൂട്ടിലേക്കും, ഞങ്ങൾ 3 പേരും ഒരു ബസ്സിന് സ്കൂളിലേക്കും പോകുന്നു. പൊന്നൂസ് നേരത്തെ മുന്നോട്ട് നടന്ന് അവൾ സ്റ്റോപ്പിലേക്ക് എത്തിയായിരുന്നു. ഇനി അഥവാ നേരത്തെ വണ്ടി വന്നാലും ഞങ്ങൾ പുറകെ ഉണ്ടെന്ന് അറിയിക്കാൻ അവിടെ സ്റ്റോപ്പിൽ ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് അവൾ മുന്നോട്ട് പോയായിരുന്നു. പുറകെ ഞങ്ങളും വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.